നമസ്കാരം. അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ സമൂഹത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് സർവേശ്വരൻ നിങ്ങളെ കാക്കട്ടെ എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം. അർജുൻ്റെ മൃതദേഹം കിട്ടുമോ എന്ന കാര്യത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ വീട്ടുകാർ പോലും ഇപ്പോൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അർജുൻ്റെ മൃതദേഹം പോലും കിട്ടാതിരിക്കാനാണ് സാധ്യതയെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് തന്നെ. അന്വേഷണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവരൊക്കെ അർജുൻ്റെ മൃതദേഹം പോലും കിട്ടിയേക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം അപകടം നടന്നിട്ട് ഇന്ന് 12 ദിവസമാവുകയാണ്. ഈ 12 ദിവസത്തിനിടയിൽ കരയിലുള്ള മണ്ണ് കുറേയൊക്കെ ഇപ്പോൾ മാറ്റി പരിശോധനകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ മണ്ണിനടിയിൽ എങ്ങും തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരംശം പോലും ഇല്ലെന്ന് വ്യക്തമായിരിക്കുന്നു. ആകെയുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഗംഗാവലി പുഴയിലാണ്. ആ പുഴയിൽ അർജുൻ ഓടിച്ചിരുന്ന ആ ഭാരത് ബെൻസിൻ്റെ ഭാരമേറിയ ലോറി പുഴയ്ക്കടിയിൽ പൂഴ്ന്നു കിടക്കുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ തെർമൽ സ്കാനിംഗ് സംവിധാനം വഴി ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ ലോറിക്കുള്ളിൽ മനുഷ്യ ശരീരത്തിൻ്റെ അംശം പോലും ഇല്ല എന്നതാണ്. അതായത് മൃതദേഹമോ ജീവനുള്ള മനുഷ്യനോ ഇല്ല എന്നതാണ്. കരയിൽ ഒരിടത്തും പരിശോധനയിൽ അർജുനുമില്ല, ലോറിക്കുള്ളിലും അർജുനില്ല. പിന്നെ അർജുൻ എവിടെയാണ്? ഇവിടെ നമ്മൾ വളരെ യുക്തിപരമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരാൾക്ക് പരമാവധി 2.5 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ മാക്സിമം വെള്ളത്തിൽ ശ്വാസമില്ലാതെ കിടക്കാൻ പറ്റും. 3 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിൽ കഴിയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ AC ഇട്ട് ലോക്കായിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ക്യാബിനുള്ളിലാണെങ്കിൽ പോലും അത് സാധിക്കില്ല. കാരണം വെള്ളത്തിനടിയിൽ വായു സഞ്ചാരമില്ല, വായുവില്ല. അതുകൊണ്ട് തന്നെ ലോജിക്ക് ഉപയോഗിച്ച് യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യുക്തിപരമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ 3 മിനിറ്റിൽ കൂടുതൽ വെള്ളത്തിനടിയിൽ കഴിയാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കില്ല. ഇപ്പോൾ ഈ 12ാം ദിവസവും അർജുനെ ജീവനോടെ കിട്ടുമെന്ന് കണക്കാക്കുന്നത് എത്ര അൺസയൻറ്റിഫിക് ആണ്, അതായത് അശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെ അർജുനെക്കുറിച്ചുള്ള നേരിയ പ്രതീക്ഷ പോലും ആർക്കും ഇനി വേണ്ട. ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടതും അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അർജുൻ്റെ മൃതദേഹം കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ കിട്ടാൻ സാധിക്കണമേ എന്നത് തന്നെയാണ്. കാരണം ഇനി 12ാം ദിവസമെങ്കിലും അത് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. കാരണം ഇതുപോലെ ഒരു ദുരന്തത്തിൽപ്പെട്ട് 12 ദിവസത്തിന് ശേഷം ഒരു മനുഷ്യൻ്റെ മൃതദേഹം അത് പരിക്കുകളില്ലാതെ എങ്ങനെ ലഭിക്കുമെന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമാണ്, ശാസ്ത്രീയമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പല വിദഗ്ധരും പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, മൃതദേഹം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണെന്നാണ്, വളരെ വിരളമാണെന്നാണ്. അതായത് അപകടം നടന്ന ശിരൂരിൽ നിന്നും കേവലം വെറും 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അറബിക്കടലിലേക്ക്. ഓർക്കണം, കടലിന് തൊട്ടടുത്ത് വെച്ചാണ് ഒരു ടാങ്കർ ലോറി കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റേ ടാങ്കർ ലോറി ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുമില്ല. അതിപ്പോൾ പുഴയ്ക്കടിയിലുണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അപകടത്തിൽപ്പെട്ട അർജുൻ്റെ മൃതദേഹം അത് പുഴയിലെ അടിയൊഴുക്കിലൂടെ കടലിൽ എത്തിയെങ്കിൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യവും. നമ്മളെല്ലാവരും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നതിൻ്റെ പേരിൽ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ. അങ്ങനെ ആ നദിയിലെ കുത്തിയൊലിച്ച വെള്ളത്തിൽ അർജുൻ ഒഴുകി കടലിലെത്തിയെങ്കിൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് സാരം. അതാണ് നിലവിൽ അവിടുത്തെ യഥാർത്ഥ സാഹചര്യവും. അതുകൊണ്ട് തന്നെ അർജുൻ്റെ മൃതദേഹം കിട്ടണമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല, ഒരു നിശ്ചയവുമില്ല. പക്ഷേ നമുക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. കാരണം അർജുൻ്റെ കുടുംബത്തിൻ്റെ അവകാശമാണ് അർജുൻ്റെ മൃതദേഹമെങ്കിലും കാണുക എന്നുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തന്നെ വളരെ വിരളമാണ്. ഇതൊരു നഗ്ന സത്യമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചേ മതിയാകൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടക്കുന്ന ഈ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നിലവിലെ ഈ സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള തെരച്ചിലൊന്നും തന്നെ അവിടെ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം തെരച്ചിലുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് തന്നെ ഇപ്പോൾ തെരച്ചിൽ സംഘത്തിന് ഏകദേശം ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു പരിധി വരെ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ അവിടെ ആകെ അവശേഷിക്കുന്നത് നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘമാണ്. മലയാളിയായ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ സംഘം സ്ഥലം വിട്ടിരിക്കുന്നു. ഇപ്പോൾ വെറുതെ നമ്മുടെ ഈ ചാനലുകൾ ഇങ്ങനെ നുണ പറയുന്നതാണ്. ഇന്ദ്രബാലൻ നമ്പ്യാർ ഇപ്പോഴും അവിടെയുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ തന്നെ ഇങ്ങനെ നുണ പറയുകയാണ്.
അദ്ദേഹത്തെ തലേദിവസം തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. തെരച്ചിലിൻ്റെ വിശദാംശങ്ങളും തേടുകയുണ്ടായി. നേവിയിലെ ഉദ്യോഗസ്ഥരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും വേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഘം സ്ഥലം വിട്ടിരിക്കുന്നു. അവരിപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ പ്രദേശത്ത് ആകെ അവശേഷിക്കുന്നത് നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘം മാത്രമാണ്. ഡെൻകി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂബ ഡൈവിംഗ് സംഘം ഗംഗാവലി പുഴയിലൂടെ നടക്കുന്നുണ്ടെങ്കിലും അവരാരും തന്നെ ഇതുവരെ പുഴയിൽ ഇറങ്ങി മുങ്ങാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ സാധ്യവുമല്ല. ഗംഗാവലി പുഴയിൽ നിലവിലിപ്പോൾ ഒഴുക്ക് 6-8 നോട്ട്സാണ്. 3 നോട്ട്സിന് താഴെ എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പൊതുവെ വെള്ളത്തിൻ്റെ പുറത്ത് കാണുന്നതല്ല വെള്ളത്തിന് അടിയിൽ, അതായത് അടിയൊഴുക്കൽ സംഭവിക്കുന്നത്. പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ കലങ്ങി കുത്തിയൊഴിച്ചു വരുന്ന വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് സാധ്യമല്ല. മേജർ രവി ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഇന്നൊരു കാര്യം പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശീലന കാലത്ത് കൊച്ചിയിലെ വെണ്ടുരുത്തി പുഴയിലേക്ക് അതായത് വെള്ളത്തിലേക്ക് ചാടേണ്ട സന്ദർഭത്തിൽ പുഴ മുകളിൽ ശാന്തമായിട്ട് ഒഴുകുകയാണ്, പക്ഷേ അടിയിൽ വലിയ കുത്തൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അടിയൊഴുക്ക് എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് കഴിയുന്ന ഒന്നേയല്ല. അതുകൊണ്ട് തന്നെ 3 നോട്ട്സിന് താഴെ എത്തിയെങ്കിൽ മാത്രമേ സുരക്ഷിതമായിട്ട് സ്കൂബ ഡൈവേഴ്സിന് പോലും ആ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നേവിയിലെ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും അവരുടെ ജീവൻ പണയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ പോലും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് 5-6 നോട്ട്സാണ് അടിയൊഴുക്കെന്ന് പറയുന്നത്. ഈ മഴ ഇപ്പോൾ തുടരുകയാണെങ്കിൽ അടിയൊഴുക്ക് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോൾ ഈ വെള്ളത്തിനടിയിൽ ഇറങ്ങി പരിശോധിക്കണമെന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുവാനും ഇപ്പോൾ സാധിക്കില്ല. എന്നാൽ പൊടുന്നനെ എങ്ങാനും പെട്ടെന്ന് ഈ മഴ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുഴയിലെ വെള്ളം താഴുകയോ ഇനി അല്ലെങ്കിൽ അടിയൊഴുക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങും. അതുവരെ അവിടെ ഒന്നും സംഭവിക്കുകയില്ല. ചാനലുകൾ വെറുതെ ഇങ്ങനെ ഈ പച്ചക്കള്ളം പറയുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനായിട്ട് തന്നെയില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ഏതായാലും നിലവിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ചാനലുകളെല്ലാം കൂടി എത്തിയതോടെയും അതോടൊപ്പം തന്നെ കർണാടകയുടെ അലംഭാവത്തെക്കുറിച്ച് ഈ കുറ്റങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് മാത്രമാണ് തെരച്ചിൽ സംഘം ബോട്ടിലൂടെ ഇപ്പോൾ ആ പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ചാനലുകൾ പകർത്തി ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നത് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ചാനലുകൾ ഇപ്പോൾ കാണിക്കുന്ന ഈ നുണകൾ ദയവായിട്ട് ജനങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ ആ പ്രദേശത്തെ മഴ നിൽക്കുകയും അതോടൊപ്പം തന്നെ പുഴയിലെ ഈ അടിയൊഴുക്ക് കുറയുകയും ചെയ്താൽ മാത്രമേ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവർക്ക് താഴേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. കാരണം 12 ദിവസമായി അവർക്കിനി പ്രതീക്ഷയില്ല, ഒരു നേരിയ പ്രതീക്ഷ പോലും അവർക്കില്ല. അർജുൻ്റെ മൃതദേഹം ഈ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഇവർക്കാർക്കും തന്നെ ഒരു പ്രതീക്ഷയുമില്ല. ഇനിയുള്ള ഏക സാധ്യത അല്ലെങ്കിൽ ഒരു നിഗമനം ബാക്കിയാവുന്നത് തന്നെ അർജുൻ്റെ മൃതദേഹം വാഹനത്തിനുള്ളിൽ ഉണ്ടാവണം എന്നത് തന്നെയാണ്. എന്നാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് അവർ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി തെർമൽ സ്കാനിംഗ് സംവിധാനത്തിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ അംശം പോലും അതിലില്ല. ഇനി ആകെ ഇപ്പോൾ വേണ്ടത് മനാഫിൻ്റെ ട്രക്ക് പുഴയിൽ നിന്നും എങ്ങനെയും എടുക്കുക എന്നത് മാത്രമാണ്. ഈ ട്രക്ക് വെളിയിലെടുത്തെങ്കിൽ മാത്രമേ മനാഫിന് വാഹന ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനാഫിന് എങ്ങനെയും ഈ വണ്ടി പൊക്കിയെടുക്കണമെന്നുണ്ട്. ഇനി അവിടെ അവശേഷിക്കുന്ന ഏക പ്രക്രിയ അത് മാത്രമാണ്. അല്ലാതെ അർജുൻ്റെ മൃതദേഹം അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് തെരച്ചിൽ സംഘം തന്നെ ഇപ്പോൾ പറയുകയാണ്. പിന്നെ എവിടെ നിന്ന് കിട്ടും? കരയിലെ ഇടിഞ്ഞു വീണ മണ്ണ് ഇപ്പോൾ ഏകദേശം മുഴുവൻ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ട്രക്കിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഈ ലോറിക്കുള്ളിലൊന്നും ഇല്ലെന്ന് തെർമൽ സ്കാനിങ്ങിലൂടെ വ്യക്തമാകുമ്പോൾ തന്നെ പിന്നെ ഇതിലെന്ത് അർത്ഥമാണ് ഉള്ളത്? അപ്പോൾ അർജുൻ്റെ മൃതദേഹം ഇനി കിട്ടുമോ? ഇനി അത് എവിടെയെങ്കിലും അടിഞ്ഞിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ കടലിൽ പോയിട്ടുണ്ടാകുമോ? ഇനി കടലിലുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ബാക്കിയാവുകയാണ്. ഒരുപക്ഷെ അർജുൻ്റെ മൃതദേഹം പോലും ഒരിക്കലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നീങ്ങുന്നത് തന്നെ. ചാനലുകൾ അവർക്ക് ഇങ്ങനെ റേറ്റിംഗ് കിട്ടുന്ന ഒരു പരിപാടിയാക്കി തന്നെ ഇതിനെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ റേറ്റിംഗ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റേറ്റിംഗ് ഇപ്പോൾ വല്ലാതെ ഉയർന്നു. പലരും അവരുടേതായിട്ട് കഥകൾ സൃഷ്ടിച്ച് അവരുടേതായിട്ട് സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി അവരുടേതായിട്ടുള്ള റിയാലിറ്റികൾ കൊണ്ടുവന്ന് മാപ്പുകൾ വരച്ച് ഇതാ ഇപ്പോൾ അർജുൻ മണ്ണിനടിയിൽ ജീവനോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അർജുൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു, അതുപോലെ തന്നെ GPS ഇപ്പോൾ പ്രവർത്തിക്കുന്നു, അർജുനെ ഇപ്പോൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞ്
അവർക്ക് തന്നെ കഥകൾ മെനയുകയാണ്. അങ്ങനെ ഈ വിഷയത്തിലൊരു ഹൈപ്പ് ഉണ്ടാക്കി അവരുടെ റേറ്റിംഗ് കൂട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ കള്ളത്തരങ്ങൾ, ചാനലുകളുടെ ഈ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക. അവിടെ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനായിട്ട് ബാക്കിയില്ല എന്നതാണ് വാസ്തവം. ഇത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഹൈപ്പ് ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം ഒരു അജണ്ട സെറ്റാക്കി. അതായത് കർണാടകയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അർജുൻ എന്ന ലോറി ഡ്രൈവറെ കാണാതെ പോയി, അത് അത്യാധുനിക സംവിധാനങ്ങളുള്ള ബെൻസിൻ്റെ ലോറിയാണ്, അതുകൊണ്ട് തന്നെ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായി. ആ ഒരു പ്രതീക്ഷ നല്ലതായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരെ വൈകാരികമായി ഇമോഷണലി രൂപപ്പെട്ടത് കൊണ്ട് തന്നെ അത് ഒരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലുകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകമാക്കി മാറ്റി. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം. കാരണം അർജുനെ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ്. ഇപ്പോൾ 12 ദിവസമായി. അതുകൊണ്ട് തന്നെ അർജുൻ്റെ കുടുംബത്തെ നമുക്ക് ആശ്വസിപ്പിക്കാം, ആ മൃതദേഹം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അർജുനെ ഇനി ജീവനോടെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കാരണം അതിനുള്ള സാധ്യത തന്നെ വളരെ വിദൂരമാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം, ഒരു മിറാക്കിൾ സംഭവിക്കണം. അതായത് അർജുൻ എവിടെയെങ്കിലും അടിഞ്ഞു കിടക്കുകയും ജീവൻ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ ഈശ്വരൻ്റെ കൈകളിൽ മാത്രമാണ്. അതങ്ങനെ സംഭവിച്ചു കൂടായികയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമായിരിക്കും അർജുനെ നമുക്ക് ജീവനോടെ കണ്ടെത്താനായിട്ട് സാധിക്കുക. അർജുൻ്റെ മൃതദേഹം കണ്ടെത്താൻ പോലും കഴിഞ്ഞാലും അത് ഭാഗ്യമായിട്ട് കരുതേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചാനലുകൾ നിങ്ങൾ ദയവായിട്ട് അവിടെയുള്ള നിങ്ങളുടെ ഈ ഒരു നാടകം അത് നിർത്തിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേവിയുടെ സംഘം അവരുടെ പ്രവർത്തികൾ, അവരുടെ ഡ്യൂട്ടികൾ തുടരട്ടെ. ലോറി തിരിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വേഗത്തിലാകട്ടെ. ദയവായിട്ട് നിങ്ങൾ ഈ റേറ്റിംഗിന് വേണ്ടിയിട്ട് ഈ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.